നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. പുത്തൂർ ഇലക്ട്രിക്കൽ സെഷന്റെ പുതിയ ഓഫീസ് മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് ദേശീയപാതയിൽ പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1640 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. മാടക്കത്തറ പഞ്ചായത്തിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നത് തടയാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം നടത്തി. നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂർക്കനിക്കര പാലത്തിനു സമീപത്തെ ചണ്ടിയും പായലും നീക്കി. വിശദമായ വാർത്തകളിലേക്ക്. പുതിയതായി നിർമ്മാണം നടത്തിയ പുത്തൂർ ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര റോഡിലെ 33 kV സബ്സ്റ്റേഷനു സമീപം ആരംഭിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും ദൈനംദിന വൈദ്യുതി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും ജനസൗഹാർദ്ദപരവുമാക്കുന്നതിന് എല്ലാവരും ശ്രമിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. നിലവിൽ വെട്ടുകാട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സെക്ഷൻ ഓഫീസ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടെയാണ് സബ്സ്റ്റേഷൻ പരിസരത്തെ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. KECB ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി KC, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ P സുരേന്ദ്ര, സുധർമ്മൻ PK, MA ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലിബി വർഗീസ്, നളിനി വിശ്വംഭരൻ, PS സജിത്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ നിർവഹിക്കുന്നു. ഒപ്പം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന ശ്രീമതി മിനി ഉണ്ണികൃഷ്ണൻ അവർ, KECB ലിമിറ്റഡിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ശ്രീ അഡ്വക്കേറ്റ് മുരുകദാസ് അവർ, ശ്രീ M ഉണ്ണികൃഷ്ണൻ അവരാണ്. അദ്ദേഹത്തെയും മെമന്റോ സ്വീകരിക്കുന്ന വിവേക് K വിനയ് അവരാണ്. അദ്ദേഹത്തെയും മെമന്റോ സ്വീകരിക്കുന്നതിനായി ജോസാണ്. അദ്ദേഹത്തെയും മെമന്റോ സ്വീകരിക്കുന്നതിനായി ഈ സൗകര്യങ്ങളോടെ ഇരിക്കേണ്ടി വന്നതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല സൗകര്യത്തോടെ കൂടുതൽ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും വിധം ആവശ്യമായ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഓഫീസ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇവിടെ നിർമ്മിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. സാധാരണ മാവ് കൂടുന്തോറും മാവ് അതിൻ്റെ ശിഖരങ്ങൾ പിടിക്കും എന്ന് പറയുന്നത് പോലെ കൂടുതൽ സൗകര്യങ്ങൾ ഏറുന്തോറും കൂടുതൽ ജനോപകാരപ്രദമായ ആളുകളെ സേവിക്കാനുള്ള അവസരമായി ഇലക്ട്രിസിറ്റി ജീവനക്കാർ അത് ഉപയോഗിക്കും എന്ന ആത്മവിശ്വാസം സ്വാഭാവികമായും ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ വിതരണ വിഭാഗത്തിൻ്റെ ഡയറക്ടർ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെയും വിതരണ വിഭാഗത്തിന്റെയും ഡയറക്ടറായിട്ടുള്ള ശ്രീ P സുരേന്ദ്ര അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു. പണ്ടൊക്കെ സാധാരണ ആളുകൾ പറയാറുള്ളൊരു പരാതി, രാത്രി പെട്ടെന്ന് കറണ്ട് പോയാൽ വിളിച്ചാൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അവർ ഫോൺ എടുക്കില്ല എന്നാണ്. എന്നാൽ ആധുനികതയുടെ പേരിലേക്ക് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് കൂടി മാറിയപ്പോൾ എല്ലാ ജനങ്ങൾക്കും കിട്ടാവുന്ന സേവനങ്ങൾ വാതിൽപ്പടിയിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന കരുത്തിലേക്ക് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡും വൈദ്യുത വകുപ്പും മാറി എന്നുള്ളത് വളരെ വളരെ അഭിമാനാർഹമായ സംഗതിയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇലക്ട്രിസിറ്റി വകുപ്പിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്താൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി പ്രയാസമുള്ള ഒരു പഞ്ചായത്ത്. സാധാരണ രാത്രി കറണ്ട് പോയാൽ ആർക്കും ദേഷ്യം വരും. ഇലക്ട്രിസിറ്റിക്കാരെ മാത്രമല്ല പിടിക്കുക, MLA നിർബന്ധമായിട്ട് പിടിക്കും, മന്ത്രിയായിട്ട് കൂടുകയുള്ളൂ, പറഞ്ഞിട്ടില്ല പഞ്ചായത്ത്. തൃശൂർ പട്ടിക്കാട് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും ചേർന്ന് 2 വണ്ടികളിലായി 1640 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി.
പറവൂർ സ്വദേശികളായ 4 പേർ എക്സൈസ് കസ്റ്റഡിയിൽ. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം MK കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക്കാട് നിന്നും 2 വണ്ടികളിൽ നിന്നായി 1640 ലിറ്റർ സ്പിരിറ്റ് തൃശൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സജിത് ചേർന്ന് പിടികൂടി. തമിഴ്നാട്ടിൽ വ്യാജ മദ്യ ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ ശേഖരിച്ചു വച്ചിരുന്ന സ്പിരിറ്റ് മുഴുവനും കേരളത്തിലേക്ക് കടത്തുന്നതിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 2 വാഹനങ്ങളിലായി കടത്തിയ 1640 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. വിറ്റാര ബ്രീസ, ടാറ്റ ടർബോ എന്നീ 2 വണ്ടികളിൽ നിന്നായി 47 കന്നാസുകളിലാക്കിയ നിലയിലാണ് സ്പിരിറ്റ്. മുൻ സ്പിരിറ്റ് കേസിലെ പ്രതിയും ക്രിമിനൽ കേസ് അടക്കം പ്രതിയായ എറണാകുളം പറവൂർ സ്വദേശിയായ താടി പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപ്, പറവൂർ സ്വദേശിയായ രാജേഷ്, ഗോതുരുത്ത് സ്വദേശിയായ യേശുദാസൻ, ബിജു എന്നിവരെയാണ് പിടികൂടിയത്. കേരളത്തിന്റെ തെക്കൻ ജില്ലയിൽ വ്യാജ മദ്യം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നാണ് പ്രതികൾ നൽകിയ സൂചന. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്നും കൂടുതൽ പ്രതികളെ ഉടൻ പിടികൂടുമെന്നും എക്സൈസ് അറിയിച്ചു. പിടിച്ചെടുത്ത സ്പിരിറ്റിന് 7 ലക്ഷം രൂപ വില വരും. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ MK കൃഷ്ണപ്രസാദ്, ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TG മോഹനൻ, KM സജീവ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ TR സുനിൽ, MS സുധീർ കുമാർ, സിജോമോൻ PB, വിശാൽ PV, എക്സൈസ് ഓഫീസറായ TS സനീഷ് കുമാർ, തൃശൂർ റേഞ്ച് എക്സൈസ് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PB അരുൺ കുമാർ, ശിവൻ, ബിനീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷീജ, എക്സൈസ് ഡ്രൈവർ ശ്രീജിത്ത് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തമിഴ്നാട്ടിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എക്സൈസിന്റെ പരിശോധന ശക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്ക്വാഡും അതുപോലെ തന്നെ തൃശൂർ റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ ഒരു നീക്കത്തിലാണ് എറണാകുളം സ്വദേശികളായ 4 പ്രതികളെ 1640 ലിറ്റർ സ്പിരിറ്റും 2 വാഹനവും സഹിതം പിടികൂടിയത്. അപ്പോൾ പ്രതികൾ കേരള അതിർത്തിയിൽ നിന്ന് സ്പിരിറ്റ് കടത്തി കൊണ്ടുവന്നതാണെന്ന് മനസ്സിലായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിശദമായ യോഗം ചേർന്നു. വനം വകുപ്പ് റേഞ്ചർ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വനസംരക്ഷണ സമിതി ഭാരവാഹികൾ, കൃഷി ഓഫീസർ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മാടക്കത്ര, തെക്കുംകര, പാണഞ്ചേരി പഞ്ചായത്തുകളിലായി ഏകദേശം 28.5 കിലോമീറ്റർ ഭാഗത്ത് ഫെൻസിംഗ് നടത്തേണ്ട ആവശ്യകതയുണ്ട്. 8.6 കിലോമീറ്റർ ഭാഗത്ത് കൃഷിവകുപ്പ് ഫെൻസിംഗ് നടത്തുന്നതിന് അനുമതിയായി. ബാക്കി വരുന്ന ഭാഗത്ത് വനം വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട ഫണ്ട് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ യോഗം തീരുമാനിച്ചു. കൃഷിസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് ഫെൻസിംഗ് ആവശ്യമാണ്. കൃഷിവകുപ്പ്, വനം വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതി നടപ്പിലാക്കണം. ഫോറസ്റ്റുകാർക്ക് പുതിയ വാഹനം അനുവദിക്കണം. ദുരന്ത നിവാരണ പരിശീലനത്തിൽ ഉൾപ്പെടുത്തി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിന് സന്നദ്ധരായ യുവജനങ്ങളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണവും RRT സേന രൂപീകരണവും വേണം. പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. ആന വാച്ചർമാരായി മിനിമം 4 പേരെയെങ്കിലും മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് അടിയന്തരമായി നിയമിക്കണം. ആനകൾ പ്രവേശിച്ച് കൃഷിനാശം വരുത്തുന്നത് തടയുന്നതിന് പുതിയ കൃഷിരീതികൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ രീതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് കൃഷി ഓഫീസറെ ചുമതലപ്പെടുത്തി. തെരുവുവിളക്കുകൾ സ്ഥാപിക്കാത്ത സ്ഥലങ്ങളിൽ അടിയന്തരമായി തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പൊങ്ങണംകാട് വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ യാതൊരു കാരണവും കൂടാതെ പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാടേക്ക് മാറ്റുകയും ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വഴുക്കുംപാറ പ്രദേശത്തേക്ക് വീണ്ടും ഫോറസ്റ്റ് ഓഫീസ് മാറ്റി. വന്യമൃഗശല്യം രൂക്ഷമായ ഈ പഞ്ചായത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ മാറ്റിയ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു. എത്രയും വേഗം ഓഫീസ് പുനഃസ്ഥാപിക്കണമെന്ന് ഭരണസമിതി യോഗം വനം മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവരോട് അഭ്യർത്ഥിച്ചു. മാടക്കത്ര പഞ്ചായത്തിൻ്റെ മലയോര മേഖല, അതായത് വാർഡ് 3, 4, 5, 6 വാർഡുകളിൽ 8 മാസത്തോളമായി ആനശല്യം പെരുകി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുതിരാൻ തുരങ്കം തുറന്നതോടുകൂടിയാണ് ആനകളെല്ലാം നമ്മുടെ പഞ്ചായത്തിലേക്കും മറ്റു പഞ്ചായത്തുകളിലേക്കായിട്ട് വ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വാഴാനി കേന്ദ്രീകരിച്ചും വരുന്ന ആനകൾ നമ്മുടെ പഞ്ചായത്ത് മേലില്ല, പുല്ലങ്കണ്ടം ആ ഭാഗങ്ങളിലൊക്കെ നിരന്തരമായി ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ കൃഷി ചെയ്യുന്ന കാർഷിക വിളകളെല്ലാം ആന നശിപ്പിക്കുന്നു. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 26-ാം തീയതി
പഞ്ചായത്ത് ഭരണസമിതി യോഗം കൂടുകയും ആ യോഗത്തിലേക്ക് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസർ, ഡെപ്യൂട്ടി, അതുപോലെ തന്നെ ഫോറസ്റ്റ് മറ്റ് ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വനസംരക്ഷണ സമിതിയുടെ ആളുകൾ, ഭാരവാഹികൾ, ജില്ലാ ബ്ലോക്ക് ജനപ്രതിനിധികളടക്കം പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളടക്കം മീറ്റിംഗ് കൂടി അതിനത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷൻ പൊങ്ങണങ്കാട്ടിൽ നിന്ന് മാറ്റിയത് തന്നെ വളരെയധികം ആളുകളിൽ അവർക്കതൊന്നും എത്തിപ്പെടാൻ സാധിക്കാതെ വഴക്കമ്പാറ പ്രദേശത്ത് പോയി ഓഫീസിൽ പോയി വേണം ആളുകൾക്ക് കർഷകരെ സംബന്ധിച്ച് അവരുടെ വിഷയം ഉന്നയിക്കാൻ. അതുതന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ പൊങ്ങണങ്കാട് തന്നെ നിലനിർത്തണമെന്നുള്ളൊരാവശ്യം ആ ഭരണസമിതി എടുത്തു. അതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ആനങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സൗരോർജ്ജ വേലികൾ നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രിയടക്കം നമ്മുടെ റവന്യൂ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ മന്ത്രിയടക്കം ഭരണസമിതിയിൽ പോയി മന്ത്രിയെ കാണാനും ഇതിനാവശ്യമായ ഒരു സംവിധാനം എടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുകൂടി ആളുകളെ അറിയിക്കുന്നു. ോടുകൂടിയിട്ടാണ് മാടക്കൽ ഗ്രാമപഞ്ചായത്ത് ഈ വിഷയത്തെ കാണുന്നത്. ഈ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് തെക്കുന്നര പഞ്ചായത്തിലെ മേലിന ഭാഗത്ത് ആന ഇറങ്ങിയോട് കൂടി തന്നെ നമ്മുടെ പഞ്ചായത്ത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടുന്നത്. യാതൊരു അലംഭാവവും ഇല്ലാതിനുണ്ടായിരുന്നു. പുല്ലങ്കണ്ടം SN ബുക്ക് ഇപ്പോൾ വാരികുളം നിന്നൂഴി ഭാഗങ്ങളിൽ നിന്നൂഴി ഭാഗത്തൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. നിന്നൂഴി പുല്ലങ്കണ്ടം SN ബുക്ക് ഭാഗത്തൊക്കെ ആദ്യമായിട്ടുണ്ടായി. ഇപ്പോൾ ഇന്നലെ അത് കടാമ്പുഴി ഭാഗത്തടക്കം വാരികുളത്തിൻ്റെ താഴെ ഭാഗങ്ങളുള്ള കടാമ്പുഴി അടക്കമുള്ള ഭാഗങ്ങളിലേക്കും ആനശല്യം രൂക്ഷമാവുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഏകദേശം തെക്കുന്നിര പഞ്ചായത്തിലെ മേലിന മുതൽ മാടക്കത്രയിലെ നിന്നൂഴി വരുന്ന ഭാഗത്ത് ഏകദേശം 8.5 കിലോമീറ്റർ ഭാഗത്ത് ഫെൻസിങ്ങിനുള്ള ഹാങ്ങിങ് ഫെൻസിങ്ങിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. കൃഷി വകുപ്പ് മുഖേന സമർപ്പിച്ച എസ്റ്റിമേറ്റ് 16.5 ലക്ഷം രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അംഗീകാരമായി, അത് അടിയന്തരമായിട്ട് കർഷകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ കൂടി സഹകരണത്തോടുകൂടി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മാടക്കത്ര പഞ്ചായത്ത് അത് എത്ര പൈസ പണം ചിലവഴിച്ചാലും മാടക്കത്ര പഞ്ചായത്തിലെ മുഴുവൻ പദ്ധതി പണം ചിലവഴിക്കേണ്ടി വന്നാലും അത് മുഴുവൻ ചിലവഴിച്ചുകൊണ്ട് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി, കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും 26-ാം തീയതി കൂടിയ ഭരണസമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായിട്ടുള്ള ഭരണസമിതി യോഗം കൂടി. ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ യോഗം നടത്തിയത്. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ പൊങ്ങണങ്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള മാറ്റിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയമായിട്ട് അത് ഗവൺമെൻറ് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ആനവാച്ചന്മാർ ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ ആനവാച്ചന്മാരുള്ളത്. അത് അടിയന്തരമായിട്ട് 4 പേരെങ്കിലും മാടക്കത്ര പഞ്ചായത്ത് പ്രദേശത്ത് നിയമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വാഹനം ഇപ്പോൾ വഴക്കമ്പാറയിലുള്ള ഒരു വണ്ടി കൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. പൊങ്ങണങ്കാട് സ്റ്റേഷനിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ മാറ്റുകയും അതോടൊപ്പം തന്നെ വാഹനം അടിയന്തരമായിട്ട് പുതിയ വാഹനം നമ്മുടെ പഞ്ചായത്തിലേക്ക് അനുവദിക്കണം, അതായത് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അനുവദിക്കണം എന്ന നിർദ്ദേശം കൂടി ഞങ്ങൾ വയ്ക്കുകയാണ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ സഭയുടെ നെടും തൂണുകളായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ തിരുനാളും ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാന്റെ നാമഹേതു തിരുനാളും ആഘോഷിച്ചു. ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പിള്ളി, കൈക്കാരന്മാരായ ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് CK സെബിൻ, ഇടവക പ്രതിനിധി സെക്രട്ടറി റെജി ഇരുമ്പൻ, സംഘടനാ ഏകോപന സമിതി കൺവീനർ ഇജു ആന്റണി, ഇടവകാംഗം, പ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ പോൾ നാമധാരികളോടൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച ആഘോഷത്തിൽ ഇടവക ജനങ്ങളും ഭക്തി നിർഭരമായി ഒത്തുചേർന്നു. സമരിറ്റൻ സിസ്റ്റേഴ്സിന്റെ ജനറലേറ്റ് മന്ദിരം മണ്ണുത്തി വെട്ടിക്കലിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിൽ മദർ ജനറൽ സിസ്റ്റർ അൽഫോൻസ, മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പോളി നീലങ്കാവിൽ, ഡോൺ ബോസ്കോ റെക്ടർ ഫാദർ തോമസ് കൂനൻ,
മുല്ലക്കര പള്ളി വികാരി, പുരോഹിതർ, സന്യാസിനിമാർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെഞ്ചിരിപ്പ് കർമ്മത്തിനു ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്തയും എല്ലാ സുപ്പീരിയേഴ്സിനെയും സമൂഹാംഗങ്ങളെയും നന്ദിയോടെ തിരുസന്നിധിയിലേക്കുന്നു. ബെനഫാക്ടർ ഫ്രാൻസിസ്കോ സിസ്റ്റേഴ്സ് എന്നിവരെയും നിരന്തരമായ പ്രാർത്ഥനയാലും പിന്തുണയാലും ഞങ്ങൾക്കൊപ്പം നിന്ന വന്ദി വൈദികരെയും സമർപ്പിത സഹോദരങ്ങളെയും അഭ്യുദയകാംക്ഷികളെയും ഞങ്ങളുടെ അയൽപക്ക സഹോദരങ്ങളെയും ഏറെ പ്രത്യേകമായി ഈ മാതൃഭവനത്തിന്റെ വളർച്ചയ്ക്കായി ത്യാഗപൂർവം പ്രാർത്ഥനകൾ ഉയർത്തിയ ഓരോ സമാരിറ്റൻ സഭാംഗങ്ങളെയും തിരുമുമ്പിൽ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ഈ ദൈവഭവനത്തിലൂടെ പൂർത്തിയാക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു. ദൈവമഹത്വത്തിനുതകും ഈ ഭവനത്തിലേക്ക് പുതിയ ചാർട്ടറിൽ തൃശൂർ YMCAയുടെ നേതൃത്വത്തിൽ SSLCക്ക് 100% വിജയം നേടിയ സ്കൂളുകളെയും ഫുൾ A+ നേടിയ കുട്ടികളെയും ആദരിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. YMCA റീജിയണൽ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലിമീസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. YMCA വൈസ് പ്രസിഡന്റ് ജോർജ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. YMCA സോഷ്യൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജസ്റ്റിൻ ജോർജ് സ്വാഗതവും ജനറൽ സെക്രട്ടറി ജിൽസൺ ജോസ് നന്ദിയും അറിയിച്ചു. പ്രതീഷ് കവലക്കാട്ട്, KF ജോസ്, ജിയോ കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി YMCA ശ്രീ വിൽസൺ ജോസ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കി കുടുംബത്തിൻ്റെയും വിദ്യാലയത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിമാന ഭാജനങ്ങളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് YMCA സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചുമിടുക്കികൾക്കും മിടുക്കന്മാർക്കും സ്നേഹപൂർണമായ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി.
അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലെ പാലക്കാട് പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ട്രെയിനിംഗ് സെന്ററിൽ 2024-26 വർഷത്തെ ANM കോഴ്സിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സ്ഥിര താമസക്കാരും +2 തത്തുല്യ യോഗ്യതയുള്ള പെൺകുട്ടികളുമായിരിക്കണം. മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം. 17 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ്. 35 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0492237241. മൂർക്കനിക്കര പാലത്തിനു സമീപം പുഴയിലടിഞ്ഞുകൂടിയ ചണ്ടിയും പായലും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കൽ. പുഴയിൽ വ്യാപകമായി ചണ്ടിയും പായലും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ശക്തമായ മഴയും പെയ്തതോടെ ജലനിരപ്പ് ഉയർന്നു. വെള്ളം ഗതിമാറി ഒഴുകുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി CTV മുൻപ് വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥലം MLAയും റവന്യൂ വകുപ്പ് മന്ത്രിയും കൂടെയായ K. രാജന്റെ ഇടപെടലിൽ പുഴ നവീകരണം ആരംഭിച്ചത്. RMF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണ്. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ ശ്രീധരി പാലം മുതൽ കൈനൂർച്ചിറ വരെയുള്ള ദൂരത്തെ പുഴയാണ് വൃത്തിയാക്കുന്നത്. പുഴയിലടിഞ്ഞുകൂടിയ മൺതിട്ടകൾ നീക്കം ചെയ്ത് ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തികൾ പുനഃസ്ഥാപിച്ചുമാണ് പണികൾ. പുഴയിലെ ചണ്ടിയും പായലും പൂർണ്ണമായി നീക്കം ചെയ്ത് അടുത്ത ഘട്ടത്തിൽ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലും നവീകരണ പ്രവർത്തികൾ നടത്തും. ഒരു ദിവസം 1000 സേവന പദ്ധതികളുമായി ലയൺ ഇയറിന് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ 200 ക്ലബ്ബുകളുടെ നേതൃത്വത്തിലാണ് ഈ ദിവസം 1000 സേവന പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ സ്കൂളുകൾ, അനാഥാലയങ്ങൾ, ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ എന്നീ കേന്ദ്രങ്ങളിലാണ് പദ്ധതി. അന്ധത നിവാരണ പദ്ധതിയുടെ ഭാഗമായി ഐ കെയർ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണവും നേത്രരോഗ ക്യാമ്പുകളും, പ്രമേഹരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി ഡയബറ്റിക് ക്യാമ്പുകളും സ്ട്രിപ്പുകൾ ഉൾപ്പെടെ ഗ്ലൂക്കോമീറ്റർ വിതരണവും, ചൈൽഡ്ഹുഡ് ക്യാൻസർ നിവാരണ പദ്ധതിയുടെ ഭാഗമായി പോഷകാഹാര കിറ്റ് വിതരണവും, റിലീവിംഗ് ഹങ്കർ പദ്ധതിയുടെ ഭാഗമായി സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും, പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി വേപ്പിലത്തോട്ട നിർമ്മാണവും അടക്കം ഓരോ ക്ലബ്ബുകളും 5 പദ്ധതികൾ പൂർത്തീകരിക്കും. ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ ഡോക്ടർ വിപിൻ ദാസിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ബിജോയ് ആലപ്പാട്ട്, ബിജു പൊറത്തൂർ, പ്രദീപ് മേനോൻ, നാരായണൻ ഉണ്ണി, ഡോക്ടർ മധു എന്നിവരാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരിപാടിയുടെ തൃശൂർ റവന്യൂ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ അങ്കണത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പിലെയും പാലക്കാട് ഏത്തന്നൂർ GB UP സ്കൂളിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ
ലയൺ ടി ജയകൃഷ്ണനും മലപ്പുറത്ത് പെരിന്തൽമണ്ണ ലയൺസ് ക്ലബ് ഹാളിൽ വൈകിട്ട് 3 മണിക്ക് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് വാര്യരും നിർവഹിക്കും. ചടങ്ങിൽ ഒട്ടേറെ ലയൺ ലീഡേഴ്സും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജെയിംസ് വളപ്പില, ഡോക്ടർ വിപിൻ ദാസ്, ബിജു പുറത്തൂർ, ബിജോയ് ആലപ്പാട്ട്, വിഷ്ണു നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ ആശ്രിതർക്ക് 20 ലക്ഷം രൂപ ധനസഹായം കൈമാറുന്ന ചടങ്ങ് ഡെലീസ റെസിഡൻസിൽ വെച്ച് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷനായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് മുഖ്യാതിഥിയായി. ജില്ലാ സെക്രട്ടറി VT ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രം പ്ലസിൽ വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും തൊഴിലാളികൾക്കും ചേരാവുന്ന ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ട്രഷറർ PS അബ്ദുൾ സലാം, യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ, ജനറൽ സെക്രട്ടറി PN ഗോകുലൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, CPI മണ്ഡലം സെക്രട്ടറി EM സതീശൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ ആ ദുഃഖത്തിന്റെ നടുവിലും ഒരർത്ഥത്തിൽ ആ കുടുംബത്തെ സഹായിക്കാൻ കഴിഞ്ഞ ആത്മനിർവൃതിയിലുമാണ് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 2.5 വർഷക്കാലം മുമ്പ് പ്രിയപ്പെട്ട ശ്രീ അബ്ദുൾ ഹമീദും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളുമായിട്ടുള്ള ശ്രീ ബിജു അടക്കളത്തൂരും ചേർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്താൻ പോകുന്നൊരു പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഈ വരുന്ന വിധം ഇത്രയേറെ മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി അത് മാറും എന്ന് പ്രതീക്ഷിച്ചതേയല്ല. 2.5 വർഷക്കാലം മുമ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര ഭവനിൽ നടന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായത് എനിക്ക് തന്നെയാണ് എന്നുള്ളതും ഞാൻ സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. കോട്ടപ്പുറം രൂപതയിൽ തൃശൂർ തിരുഹൃദയ ഇടവകയോട് ചേർന്ന് തൃശൂർ കുണ്ടുക്കാട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിക്കുന്ന ലേ മിഷൻ ഫൗണ്ടേഷൻ കോട്ടപ്പുറം രൂപതാ മെത്രാൻ അഭിവന്ദ്യ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് ആശീർവദിച്ചു. കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ അച്ഛൻ, പ്രശസ്ത ധ്യാന ഗുരുവായ റവറൻഡ് ഫാദർ മാത്യു നാക്യൻ പറമ്പിൽ, ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഫാദർ സുജൻ അമൃതം തുടങ്ങി ഒട്ടേറെ വൈദികരുമുണ്ടായിരുന്നു. ട്രെയിനിംഗ് സെന്റർ, ആരാധനാ ചാപ്പൽ, ധ്യാന മണ്ഡപം, സിസ്റ്റേഴ്സ് കോൺവെന്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ലേ മിഷൻ ഫൗണ്ടേഷൻ. തൃശൂർ തിരുഹൃദയ ലത്തീൻ ഇടവക വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ, ബ്രദർ സുനിൽ മോസ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് ഇവ പ്രവർത്തിക്കുന്നത്. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682.
വാർത്തകളിലേക്ക് വീണ്ടും. NHM കേരളത്തിൽ നടപ്പിലായ ശേഷം ജീവനക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി വേതനം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് NHM എംപ്ലോയീസ് ഫെഡറേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 10-ന് ജീവനക്കാർ പണിമുടക്കി നിസ്സഹകരണ സമരം ആരംഭിക്കുമെന്നും ജൂലൈ 1 മുതൽ എല്ലാ ഫീൽഡ് തല ജോലികൾ നിർത്തിവെക്കുമെന്നും ജൂലൈ 5 മുതൽ റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്യില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സിസി പോൾ, മീര തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് തർക്കം മൂലം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബന്ദിയാക്കി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച് പണം തട്ടിയെടുത്ത 2 പേരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൈക്കാട്ടുശ്ശേരി സ്വദേശി പുതുവീട്ടിൽ ഷൈജു, അമ്മാടം സ്വദേശി മുട്ടത്ത് വീട്ടിൽ സജേഷ് എന്നിവരെയാണ് ഒല്ലൂർ SI KC ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 24-നാണ് സംഭവം. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകാൻ 2.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാമെന്ന് പറഞ്ഞ് നന്ദിപുരം സ്വദേശിയായ പരാതിക്കാരനെ പ്രതികൾ പുത്തൻപാടത്തുള്ള വീട്ടിലേക്ക് വരുത്തിയ ശേഷം വീടിനകത്ത് പൂട്ടിയിട്ടു. ബലമായി 1,30,000 രൂപ വില വരുന്ന 3 മൊബൈൽ ഫോണുകൾ പ്രതികൾ കൈവശപ്പെടുത്തി വിവിധ ബാങ്ക് രേഖകൾ ഒപ്പിട്ട് വാങ്ങി. പരാതിക്കാരന്റെ കാർ തട്ടിയെടുത്തു, നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുത്തുമാണ് പരാതി. കയ്യിലെ പേഴ്സിലുണ്ടായിരുന്ന 600 രൂപയും ATM കാർഡുകളും തട്ടിയെടുത്തു. SI-മാരായ പോൾസൺ, ആമോദ്, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് ആന്റണി എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി DYFI പുലരി കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമുള്ള ആദരണീയം 2024 സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AK സുരേന്ദ്രൻ, DYFI മണലിത്തറ മേഖലാ സെക്രട്ടറി ബിജു കൃഷ്ണൻ, KSKTU സെക്രട്ടറി CM രാജപ്പൻ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS അംഗം ലിംന പ്രദീപ്, അംഗൻവാടി ALMC അംഗം ശാരദാമ്മ, CPIM ബ്രാഞ്ച് അംഗം PA മുഹമ്മദ് കുട്ടി, അംഗനവാടി ടീച്ചർ ദേവകി കുമാരൻ, പുലരി കലാകായിക വേദി സെക്രട്ടറി അബ്ദുൾ അജി, പുലരി കലാകായിക വേദി അംഗം AA അജ്മൽ എന്നിവർ സംസാരിച്ചു. വിജയം നിലനിർത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ എന്തുണ്ടാകരുത്, പ്രയാസപ്പെടാനോ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള തോന്നലിലേക്കോ നമ്മൾ എത്തരുത്. കാരണം നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് നമുക്ക് എല്ലാ കാലത്തും വിജയങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വിജയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. മടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ 2024 ഏപ്രിൽ മാസം വിരമിച്ച അങ്കണവാടി ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, VP സാവിത്രി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ച KT മേരി, R വത്സല, OK ഷീജ എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. KK രമ്യമോൾ സ്വാഗതവും സ്മിത നന്ദിയും അറിയിച്ചു. തുടർന്ന് അങ്കണവാടി പ്രവർത്തകരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ ഉയരങ്ങളും പുതിയ സ്വപ്നങ്ങളും സമ്മാനിച്ച് ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ഫൈനൽ. ഒറ്റ കളികളും തോൽക്കാതെയാണ് ഇരു ടീമുകളും ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗൺ സ്റ്റേഡിയത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. മുൻപ് 2011 ഏകദിന ടൂർണമെന്റിലാണ് ലോകകപ്പ് ജയിച്ചത്. 2014 2020-ലും 2014-ലും 20-ലും 23-ലും ഏകദിന ഫൈനലിലും തോറ്റു. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഫൈനലാണിത്. 7 കളികളിലായി 248 റൺസുമായി രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിക്കും. വ്യാഴാഴ്ച നടന്ന സെമിയിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ 68 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത് കാണാൻ ക്രിക്കറ്റ് ആരാധകരായ ലക്ഷക്കണക്കിന് യുവാക്കൾ ടെലിവിഷന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ഇന്ത്യ വിജയിക്കാൻ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം വെറ്റിനറി കോളേജിലെ സ്റ്റുഡൻസ് ആണ്. നമ്മുടെ കൂടെ ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിനെ പറ്റി അവരവരുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ബൈറ്റ് എടുക്കുകയാണ്. ഇന്ന് ആരാണ് കളി ജയിക്കുക? സ്വാഭാവികമായിട്ട് ഇന്ത്യയാണ് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം വേൾഡ് കപ്പ് 1 ഡേ മിസ്സായതല്ലേ, അപ്പം നമ്മൾ T20 അടിക്കണമെന്നാണ് ആഗ്രഹം. ഇന്ത്യ ജയിക്കുന്നതാണ് താങ്കളുടെ അഭിപ്രായം? അഭിപ്രായം ഇന്ത്യയോടൊപ്പം തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക വരെ ആദ്യത്തെ വേൾഡ് കപ്പിനായിട്ടുള്ള ശ്രമത്തിലാണ്. സാധ്യത ഇന്ത്യക്കാണല്ലേ? ഈ വേൾഡ് കപ്പിൽ മുഴുവൻ വിരാട് കോഹ്ലി മോശം ഫോമിലാണ്. അവസാനത്തെ മാച്ചിലെങ്കിലും നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കുന്നു.
ഇന്ത്യ ജയിക്കും. അഞ്ച് കളിക്കുന്നില്ലെന്നുള്ളൊരു വിഷമേ ഉള്ളൂ, അല്ലാതെ ഇന്ത്യ ജയിക്കണം തന്നെയാണ്. ഇന്ത്യ ജയിക്കുന്നതാണ് ആഗ്രഹം അല്ലേ? അത് ശരി, ഇന്ത്യ ജയിക്കും. ആരാ നിങ്ങൾ ഇന്ന് ഇന്ത്യയിലത്തെ ഏത് പ്ലെയർ ഏറ്റവും നന്നായി കളിക്കാൻ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് സാധ്യത? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മ അത് ആ സെയിം ഫോം തുടർന്ന് തന്നെ പ്രതീക്ഷിക്കണം. പിന്നെ കോഹ്ലി ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ ഫോമല്ലായിരുന്നല്ലോ, ഇനി ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നന്നായി കിടക്കണം. ബോളിങ്ങിൽ ഇന്ത്യയുടെ ആരാണ് ഒരു കുന്തമുന്നായിട്ട് വരാൻ സാധ്യത? നല്ലൊരു ഫോമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ ഇലക്ട്രിക്കൽ സെഷന്റെ പുതിയ ഓഫീസ് മന്ദിരം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് ദേശീയപാതയിൽ പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1640 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. മാടക്കത്തറ പഞ്ചായത്തിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നത് തടയാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം നടത്തി. നടത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂർക്കനിക്കര പാലത്തിനു സമീപത്തെ ചണ്ടിയും പായലും നീക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.